Good morning, students. The next concept, finding the optimal solution. So, we have already discussed in the transportation problem. This transportation problem, initial solution or initial feasible solution, mainly three ways for calculation of initial feasible solution. First, northwest corner method. Second, least cost method or matrix minimum method. Third, Wagon's approximate method, warm method. So these are the three ways for the calculation of initial feasible solution. The next concept, finding the optimal solution, that is final solution. Initial basic feasible solution has been computed. The next step to determine whether the solution obtained is optimum or not. It's a two methods to follow the optimal solution. Modified distribution method. Second, stepping stone method. അപ്പോൾ നമ്മൾ ഒപ്റ്റിമം ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ LPP-യിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. NWCM മെത്തേഡ്, മറ്റൊന്ന് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, മറ്റൊന്ന് വാം. 3 മെത്തേഡിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ 3 മെത്തേഡിലൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ LPP-യുടെ അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള ഒപ്റ്റിമം സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യൽ ബേസിക് സൊല്യൂഷൻ ഹാസ് ബീൻ കമ്പ്യൂട്ടഡ്. നമ്മൾ 3 മെത്തേഡിലൂടെ കമ്പ്യൂട്ട് ചെയ്ത്. The next step is to determine whether the solution obtained is optimum or not. നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യലാണ് അടുത്ത ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഫൈനലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടണം, എന്നാലേ ആ പ്രോബ്ലം നമുക്ക് സക്സസീവ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സെക്കൻഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. അതിനകത്ത് ഒന്നാമത്തെ മെത്തേഡാണ് മോഡിഫൈഡ് മെത്തേഡ് അല്ലെങ്കിൽ മോഡി മെത്തേഡ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് വിളിക്കും UV മെത്തേഡ്. സോ ഇറ്റ്സ് എ മെയിൻലി ഡിഫറെന്റ് സ്റ്റെപ്സ് ടു ഫോളോ ദ മോഡിഫൈഡ് മെത്തേഡ്. ഫസ്റ്റ്, ഫൈൻഡ് ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. TP മീൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം by using any one of the 3 methods described earlier. അപ്പോൾ നമ്മൾ ഒന്നാമത്തത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ ഒന്നാമത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ കണ്ട് ബൈ യൂസിങ് എനി വൺ ഓഫ് ദ തേർഡ് മെത്തേഡ്. ഏതെങ്കിലും തേർഡ് മെത്തേഡിൽ 3 മെത്തേഡിൽ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ NWCM മെത്തേഡ്, അതുപോലെ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വാം മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണണം. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടാൽ നെക്സ്റ്റ് ഡിറ്റർമിൻ എ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. നമ്മൾ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം, ഓരോ റോയും ഓരോ കോളവും എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. UI ആൻഡ് VJ, ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന UIയും VJ ആണ്. UI ആൻഡ് VJ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. UI എന്ന് പറയുന്നത് ഈച്ച് റോ, VJ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈച്ച് കോളം. സാറ്റിസ്ഫൈ UI പ്ലസ് VJ ഈസ് ഈക്വൽ ടു CIJ ഫോർ ഈച്ച് ഓക്യുപ്പൈഡ് സെൽ. നമുക്ക് UI എന്ന് പറയുന്നത് ഈച്ച് റോയും VJ എന്ന് പറയുന്നത് ഈച്ച് കോളവുമാണ്. ഇപ്പൊ VJയും അതുപോലെ തന്നെ ഈച്ച് കോളവും ഈച്ച് റോവും നമുക്ക് കിട്ടുന്ന ഈസ് ഈക്വൽ ടു CIJ. ഓരോ സെല്ലിലുള്ള നമ്മളെ കോസ്റ്റും കാര്യങ്ങളും ഒരുമിച്ചിട്ടുള്ളത് ഓക്യുപ്പൈഡ് ടു സെല്ലായിരിക്കണം. അസൈൻ നമ്പർ 0 ടു എനി റോ ഓർ കോളം ഹാവിംഗ് ദ മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ. നമ്മൾ നമ്പർ അലോക്കേറ്റ് ചെയ്യുമ്പോൾ 0 ടു എനി റോ, ഏതെങ്കിലും റോന് 0 ഓർ കോളം ഹാവ് എ മാക്സിമം നമ്പർ ഓഫ് അലോക്കേറ്റ് ചെയ്യണം, അലോക്കേഷൻ. തേർഡ്, then calculate cell evaluations known as lambda ij. Then the evaluating the known as lambda ij value for the unoccupied cells. Unoccupied ആയിട്ടുള്ള സെല്ല് അല്ലെങ്കിൽ ലാംഡ അല്ല, ഡെൽറ്റയാണ്, ഡെൽറ്റ ij. Then calculate cell evaluations known as delta ij. നമ്മൾ മുന്നേ പഠിച്ചിട്ട് ഡെൽറ്റ IJ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡെൽറ്റ IJ വാല്യൂസ് ഫോർ അൺഓക്യുപ്പൈഡ് സെൽ. നമ്മൾ എന്നതിന് ശേഷം സെല്ല് ഇവാലുവേഷൻ നടത്തിയിട്ട് ഡെൽറ്റ IJ അതിലൂടെ നമ്മൾ വാല്യൂ ഓക്യുപ്പൈഡ് സെല്ല് കണ്ടുപിടിക്കും.
സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ഈസ് ഈക്വൽ ടു സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ റിട്ടേൺ ആസ് ദ ബോട്ടം ലെഫ്റ്റ് കോർണർ ദാറ്റ് ദ സെല്ലിന്റെ അവസാനം നമ്മൾ ഡെൽറ്റ ഐ ജെയില് സി ഐ ജെ മൈനസ് യു ഐ പ്ലസ് വി ജെ എന്ന് പറയുന്ന നമ്മൾ ബോട്ടം കോർണറിൽ റിട്ടേൺ ചെയ്യും. എഴുതുമ്പോൾ മനസ്സിലാവുള്ളൂ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അടുത്ത ഫോർത്ത് സ്റ്റെപ്പ്, ഇഫ് ഓൾ ഡെൽറ്റ ഐ ജെ വാല്യൂസ് ആർ പോസിറ്റീവ് ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ ആൻഡ് എൻ എ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ്. ഇഫ് അറ്റ്ലീസ്റ്റ് ഡെൽറ്റ ഐ ജെ നെഗറ്റീവ് ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. നമുക്ക് ഡെൽറ്റ ഐ ജെന്റെ വാല്യൂ പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒപ്റ്റിമം ആണ്, അല്ലെങ്കിൽ അതിന്റെ യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് അർത്ഥം. ഇനി ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഡെൽറ്റ ഐ ജെ നെഗറ്റീവ്, നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഡെൽറ്റ ഐ ജെ നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ എന്തല്ല, ഒപ്റ്റിമൽ അല്ല. അഞ്ചാമത്തത്, റീ അലോക്കേഷൻസ് ആർ ടു ബി മെയ്ഡ് ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. Give maximum allocation to the cell for which delta ij is negative, making one of the occupied cells empty. നമ്മൾ റീ അലോക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, റീ അലോക്കേറ്റ് ചെയ്താൽ അലോക്കേറ്റ് ചെയ്ത് പിന്നെയും ഒന്നും കൂടി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ, സൊല്യൂഷൻ എന്തല്ല, ഒപ്റ്റിമൽ അല്ല. റീ അലോക്കേഷൻ ഈസ് ടു ബി മെയ്ഡ്, അലോക്കേറ്റ് ചെയ്യുന്ന ഉണ്ടാവാൻ അലോക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. Give a maximum allocation to the cell for which delta ij is negative ആണെങ്കിൽ making one of the occupied cell empty ആയിരിക്കും കിട്ടും. The next sixth point, select the empty having the most negative CIG. empty ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആയ CIG സെലക്ട് ചെയ്യണം, CIJ സെലക്ട് ചെയ്യണം. സെവന്ത്, ഡ്രോ എ ക്ലോസ്ഡ് പാത്ത് ഓർ ലൂപ്പ്. പാത്ത്, ആ വഴീനെയാണ് നമ്മൾ ലൂപ്പ് വിളിക്കുന്നത് സെല്ലിന്റെ. ഡ്രോ എ ക്ലോസ്ഡ് പാത്ത്, നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് വരയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് വരയ്ക്കുകയാണ്. ഫോർ അൺഒക്യുപ്പൈഡ് സെൽ, ഓക്യുപ്പൈഡ് അല്ലാത്ത സെൽസ് സെലക്ടഡ് ഇൻ സ്റ്റെപ്പ് 6. അസൈൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൾട്ടർനേറ്റീവ്ലി ആൻഡ് ഫൈൻഡ് ദ മിനിമം അലോക്കേഷൻ സെൽ ഹാവിംഗ് നെഗറ്റീവ് സൈൻ. Then allocation should be added to allocating having positive sign and subtract allocation have a negative sign. അപ്പം നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ അവിടെ വരക്കും, ഒരു ലൂപ്പ് വരക്കുമ്പോൾ മനസ്സിലാവും. ആ ലൂപ്പ് വരക്കുകയാണ്, എന്നിട്ട് ആ ഒരു സെല്ലിൽ സെലക്ട് ചെയ്ത് സ്റ്റെപ്പ് 6 നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ മിനിമം അലോക്കേഷൻ ആണെങ്കിൽ നെഗറ്റീവ് സൈനും അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക, നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നു അത് സബ്ട്രാക്ട് ചെയ്തിട്ട് ചെയ്തു പോകും. 8th point, above the step will yield a better solution by making one or more occupied cell as empty and one empty cell as occupied. നമ്മളൊരു സ്റ്റെപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ബെറ്റർ സൊല്യൂഷൻ ആണ്. ഇപ്പോൾ വൺ ഓർ മോർ ഒക്യുപ്പൈഡ് സെൽ ആസ് എംറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വൺ സെൽസ് ഈസ് ആസ് ഒക്യുപ്പൈഡ്, ഒരു സെല്ല് അതിനകത്ത് ഒക്യുപ്പൈഡ് സെല്ലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. ലാസ്റ്റ്, റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 2 ടിൽ ഒപ്റ്റിമം ബേസിക് സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ഒപ്റ്റിമം ബേസിക് സൊല്യൂഷൻ കാണുന്നത് വരെ സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒന്നുകൂടി സ്റ്റെപ്പ് നോക്കിക്കോളൂ. ഫസ്റ്റ്, ഫൈൻഡ് ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് TP ബൈ യൂസിങ് എനി വൺ ഓഫ് ദ തേർഡ് മെത്തേഡ്. നമ്മൾ 3 മെത്തേഡിൽ 3 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെക്കൻഡ്, ഡിറ്റർമിൻ ദ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം. ഓരോ റോയും ഓരോ കോളം കൂടി ഡിറ്റർമിൻ ചെയ്യാം. UI എന്ന് പറയുന്ന റോയും VJ എന്ന് പറയുന്നത് കോളത്തെ റെപ്രസെന്റ് ചെയ്യും. സാറ്റിസ്ഫൈ UI പ്ലസ് VJ ഈസ് ഈക്വൽ ടു CIJ, ഒക്യുപ്പൈഡ് സെല്ലായിട്ട് വരിക. തേർഡ്, ദെൻ ദ കാൽക്കുലേറ്റ് സെൽ ഇവാലുവേറ്റേഴ്സ് നോൺ ആസ് ഡെൽറ്റ IJ വാല്യൂസ് ഓഫ് അൺഒക്യുപ്പൈഡ് സെല്ല്. ഡെൽറ്റ IJ ഈസ് ഈക്വൽ ടു CIJ മൈനസ് UI പ്ലസ് VJ ആയിരിക്കണം. ഫോർത്ത്, ഇഫ് ഓൾ ഡെൽറ്റ IJ വാല്യൂസ് ആർ പോസിറ്റീവ് സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം ആയിരിക്കും ആൻഡ് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 1 ഡെൽറ്റ IJ നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ ആണ്. ഫിഫ്ത്ത്, റീ അലോക്കേഷൻ ആർ ടു ബി മെയ്ഡ്. റീ അലോക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി അത് പുതുക്കി റീ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഗിവ് മാക്സിമം അലോക്കേഷൻ ഓഫ് ദ സെൽ ഫോർ വിച്ച് ഡെൽറ്റ IJ ഈസ് നെഗറ്റീവ് മേക്കിംഗ് വൺ ഓഫ് ദ ഒക്യുപ്പൈഡ് സെൽ എംറ്റി ആയിരിക്കും. Sixth, select the empty have a most negative value CIJ. 7, draw a closed path or loops of an unoccupied selected in step 6. Assign positive and a negative
alternatively and find the minimum allocation cell having negative sign. Then allocation should be added to allocation having the positive sign and subtracting from the allocation have a negative sign. Next, above step will yield a better solution by making one or more occupied cell as empty and one empty cell as occupied. The next, repeat from step 2 till the optimum basic solution is obtained. The next മറ്റൊരു കൺസെപ്റ്റ് ആണ് degeneracy in transportation problem. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ മറ്റൊരു ചെറിയൊരു കൺസെപ്റ്റാണ് degeneracy in transportation problem. Non-negative independent allocation is less than m plus n minus 1. It may be happen either at the initial stage or at a subsequent iteration. It is known as degeneracy. ഇത് ഞാൻ സാധാരണ എല്ലാവരും വിട്ടുകളയുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നാണ്. ഫസ്റ്റ്, among the empty cell, choose the empty cell having at least cost which is not an independent position. If these cells are more than one, it is better select any one of them arbitrarily. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് അലോക്കേഷൻ എം പ്ലസ് എൻ മൈനസ് വണ്ണിനേക്കാളും കുറവാണെങ്കിൽ ഇറ്റ് മേ ബി ഹാപ്പൺ ഐദർ അറ്റ് എൻ ഇനീഷ്യൽ സ്റ്റേജ്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പിന്നെയും പോകേണ്ടി വരും. ആ ഒരു തിരിച്ചു പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡീജനറസി. അതിന്റെ സെർട്ടൻ സ്റ്റെപ്സ് ആണ്. ഒന്നാമത്തത് എമംഗ് ദ എംപ്റ്റി സെൽ ആണെങ്കിൽ ചൂസ് വൺ എംപ്റ്റി സെൽ ഹാവിങ് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് ഉള്ള ഏറ്റവും കുറവ് കോസ്റ്റ് ഉള്ള ഒരു എംപ്റ്റി സെല്ല് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഇൻഡിപെൻഡന്റ് പൊസിഷനിൽ വെച്ചിട്ട് ആ സെൽസ് മോർ ദാൻ വൺ ആവും. അങ്ങനെയാണെങ്കിൽ സെലക്ട് ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അത് നേരെ തിരിച്ചു വരും. സെക്കൻഡ്, എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈസ് ടു ബി അലോക്കേറ്റഡ് ഇൻ ദ സെലക്ടഡ് സെൽ. ഒരു സെലക്ടഡ് സെല്ലിൽ ഒരു ചെറിയ സ്മോൾ പോർഷൻ ഓഫ് പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. തേർഡ്, എ സെൽ കണ്ടെയ്നിങ് ദ എബോവ് സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി വിൽ ബി ട്രീറ്റഡ് ലൈക്ക് അതർ ഓക്യുപ്പൈഡ് സെൽ ആൻഡ് ഡീജനറസി ഈസ് ടു ബി റിമൂവ്ഡ് ബൈ ആഡിങ് വൺ ഓർ മോർ അക്കോർഡിംഗ്ലി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. Solve the following transportation problem. Solve the following transportation problem. Sources, destination PQRS. Sources A, B, C. Supply, demand. Destination PQRS. P column wise വായിക്കാണ്. 21, 17, 32. Q 16, 18, 17. R 25, 14, 18. S 13, 23, 41. Supply 11, 13, 19. Demand P 6, Q 10, R 12, S 15. So total demand and total supply is equal to 43. അപ്പോൾ നമ്മളോട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇനീഷ്യൽ സൊല്യൂഷൻ കാണണം. എന്നിട്ട് മാത്രമേ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. ഏതിലാന്ന് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനീഷ്യൽ സൊല്യൂഷൻ ഇന്നേ രീതിയിൽ കാണണം എന്ന് പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. അപ്പോൾ ഇവിടെ ബൈ യൂസിങ് വോൾഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, വോൾഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലാണ്. അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ടേബിൾ മാത്രം നമുക്ക് തരികയാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഇവിടെ എന്താ 21, 17 ഓരോന്നും എഴുതാം. ഫസ്റ്റ് സോഴ്സ് എ ബി സി, ദെൻ ഡെസ്റ്റിനേഷൻ PQRS, സപ്ലൈ റോ നമ്പറും ഡിമാൻഡ് കോളം നമ്പറും വേണം. PQR ടീച്ചർ വായിക്കുകയാണ്. P 21, 17, 32. Q 16, 18, 17. R 25, 14, 18. S 13, 23, 41. അടുത്ത കോളം സപ്ലൈ ആണ് 11, 13, 19. റോന് നമ്പർ ഉണ്ട് U1, U2, U3. കാരണം UI അല്ലായിരുന്നു, 3 റോയില് A, B, C എന്ന് പറഞ്ഞാൽ 3 റോ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ റോന് A എന്ന് പറയുന്ന റോന് U1ഉം B U2ഉം C എന്ന് പറയുന്ന റോന് U3ഉം. നെക്സ്റ്റ് താഴെ എഴുതണം ഡിമാൻഡ് 6, Pയിൽ 6, Qയിൽ 10, Rയിൽ 12, Sയിൽ 15. അതുപോലെ തന്നെ കോളത്തിന് നമ്പർ ഉണ്ട്. അടുത്ത കോളത്തിൽ വരയ്ക്കുക. അടുത്ത റോയിൽ കോളം നമ്പർ, കോളം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന VJ കൊണ്ടാണ്. അപ്പോൾ P എന്ന് പറയുന്ന കോളത്തിന് V1 കൊടുക്കുക, Q എന്ന് പറയുന്ന കോളത്തിന് V2, R എന്ന് പറയുന്ന കോളത്തിന് V3, S എന്ന് പറയുന്ന കോളത്തിന് V4. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണുക.
ഇത് വോൾഗൻസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല, 2, 3, 4 പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ദെൻ U2 എന്ന് പറയുന്ന ഒരു റോൾ അല്ലെങ്കിൽ PB എന്ന് പറയുന്ന സെല്ലിൽ 6 മാർക്ക് ചെയ്യും, QC എന്ന് പറയുന്ന സെല്ലിൽ 10 മാർക്ക് ചെയ്യും, RB എന്ന് പറയുന്ന സെല്ലിൽ 3 മാർക്ക് ചെയ്യും, RC എന്ന് പറയുന്ന സെല്ലിൽ 9 മാർക്ക് ചെയ്യും, SA എന്ന് പറയുന്ന സെല്ലിൽ 11 മാർക്ക് ചെയ്യും, SB എന്ന് പറയുന്ന സെല്ലിൽ 4 മാർക്ക് ചെയ്യും. അപ്പം നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 17 × 6 പ്ലസ് 17 × 10 പ്ലസ് 14 × 3 പ്ലസ് 18 × 9 പ്ലസ് 13 × 11 പ്ലസ് 23 × 4 ഈസ് ഈക്വൽ ടു 711. അപ്പം നമുക്ക് വാം മെത്തേഡ് പ്രകാരം 711 ആണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടിയത്. അത് കിട്ടി. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ 711 ഫീസിബിൾ സൊല്യൂഷൻ കിട്ടി. ഫ്രം ദ എബോവ് ടേബിൾ വി ക്യാൻ സീ ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇൻഡിപെൻഡന്റ് അലോക്കേഷൻ m + n - 1 ഈസ് ഈക്വൽ ടു 6. നമുക്കറിയാം m 3 ആണ്, n 4 ആണ്, -1 6 കിട്ടി. അപ്പോൾ നമുക്ക് നോൺ ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് ചെയ്യുന്നുണ്ടോ? തിരിച്ചു പോകണോ? വേണ്ട, നോൺ ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് ആണ്, തിരിച്ചു പോകേണ്ടി വരിക. ഇവിടെ നോൺ ഡീജനറേറ്റ് ആണ്, തിരിച്ചു പോകണ്ട. സോ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ടെസ്റ്റിംഗ് ഓഫ് ഒപ്റ്റിമലി ബൈ മോഡി മെത്തേഡ്. 2 മെത്തേഡിലൂടെ ടെസ്റ്റ് ചെയ്യാം. ഒപ്റ്റിമൽ സെറ്റിംഗ് ആണോ എന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ മോഡി മെത്തേഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് മെത്തേഡ്, രണ്ടാമത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്. അപ്പം നമ്മൾ ഒന്നാമത്തെ മെത്തേഡായ മോഡി മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഒപ്റ്റിമലി ബൈ മോഡി മെത്തേഡ്. ഒക്യുപ്പൈഡ് സെൽ, നമുക്ക് കിട്ടിയ സെല്ല് ഏതൊക്കെയാ? PB അല്ലെങ്കിൽ BP എന്ന് പറയുന്ന ഒരു സെല്ല്. നമ്മൾ ഈ മാർക്ക് ചെയ്ത സെല്ലാണ് ആദ്യം എടുക്കേണ്ടത്. BP എന്ന് പറയുന്ന സെല്ല്. അടുത്ത സെല്ലോ CQ, അടുത്ത സെല്ല് BR, നെക്സ്റ്റ് സെല്ല് CR, അടുത്ത സെല്ല് AS, നെക്സ്റ്റ് സെല്ല് BS. അതൊക്കെ നമ്മളിവിടെ എഴുതും. ഒക്യുപ്പൈഡ് സെൽസ് നമുക്ക് കണ്ടുപിടിച്ച നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള സെല്ല് BP, CQ, നെക്സ്റ്റ് BR, CR, AS ആൻഡ് BS. നമ്മൾ ഒരു 6 സെല്ലിലായിട്ട് നമ്മൾ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതിവിടെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതും. സോ അതിന്റെ കോസ്റ്റ് ആണ് എഴുതുന്നത്. കോസ്റ്റ് ഓഫ് ദി സെൽ കണ്ടോ, ഈ സെല്ലിന്റെ കോസ്റ്റ്. BP എന്ന് പറയുന്ന സെല്ലിന്റെ കോസ്റ്റ് 17. നമ്മൾ മാർക്ക് ചെയ്ത റൗണ്ട് ചെയ്ത സെല്ലിന്റെ കോസ്റ്റ് ആണ് 17. അടുത്ത സെല്ലിന്റെ കോസ്റ്റ് 17. നെക്സ്റ്റ് സെല്ലിന്റെ കോസ്റ്റ് R എന്ന് പറയുന്ന, നോക്കൂ, P എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ 17 ആണ് മാർക്ക് ചെയ്തത്, അത് എഴുതാം. Q എന്ന് പറയുന്ന കോളത്തിൽ 17 ആണ് മാർക്ക് ചെയ്തത്, അതും എഴുതാം. R എന്ന് പറയുന്ന കോളത്തിൽ 14ഉം 18ഉം, S എന്ന് പറയുന്ന കോളത്തിൽ 13ഉം 41. അപ്പൊ അതിന്റെ കോസ്റ്റ് ഇവിടെ എഴുതാം. കോസ്റ്റ് ഓഫ് ദി സെൽ 17, 17, 14, 18, 13, 23. ഇനി നമ്മൾ അതിന്റെ ഇത് കാണാം. U2 പ്ലസ് ഓരോന്നും എന്തിൽ നിന്നാണ് കിട്ടിയെന്ന് നോക്കാം. U2 പ്ലസ് V1 നോക്കൂ. U2 പ്ലസ് V1 അല്ലേ? U2 പ്ലസ് V1 ആണ്. U2 എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. U2ന് വാല്യൂ ഒന്നുമില്ല. V1 V1ലെ വാല്യൂ എത്രയായിരുന്നു? 17. കണ്ടോ, V1ലെ വാല്യൂ 17. ഇപ്പൊ U2 പ്ലസ് V1 എന്ന് പറയുന്നത് 0 പ്ലസ് V1 ഈസ് ഈക്വൽ ടു 17. അപ്പൊ V1 17 കിട്ടും. ഇനി U2 പ്ലസ് V3 അടുത്ത ഓരോ സെല്ലിൽ എടുത്തു നോക്കണേ. ഓരോ സെല്ലിലും എടുത്തു നോക്കണം. U2 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 14. 0 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 14. Therefore V3 ഈസ് ഈക്വൽ ടു 14. നെക്സ്റ്റ് U2 പ്ലസ് V4 ഓരോ സെല്ലിനെയാണ് മക്കളെ, അതെടുത്ത് നോക്കണം. 23. 0 പ്ലസ് V4 ഈസ് ഈക്വൽ ടു 23. V4 ഈസ് ഈക്വൽ ടു 23. ഇനി U1 പ്ലസ് V3 എന്ന് പറയുമ്പോൾ 13. U1 പ്ലസ് V4 എന്ന് പറയുമ്പോൾ എത്രയാ? 23 ഈസ് ഈക്വൽ ടു 13. അപ്പൊ നമുക്ക് U1 എത്ര കിട്ടും? 13 മൈനസ് U1 ഓൾറെഡി നമുക്ക് കിട്ടി. U1 ഈസ് ഈക്വൽ ടു 13. 13 ഏതാ? നോക്കൂ, V4 ഓൾറെഡി കിട്ടി. V4 ഓൾറെഡി കിട്ടിയതാണ്. അപ്പൊ 13ന്റെ അകത്തൊന്നും നമുക്ക് ഇപ്പോൾ ഉള്ള 23 മൈനസ് ചെയ്താൽ -10 കിട്ടും. V4 23 ഓൾറെഡി കിട്ടിയതാണ്. ഇനി U3 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 18. U3 പ്ലസ് 14 ഈസ് ഈക്വൽ ടു 18. സോ therefore U3 ഈസ് ഈക്വൽ ടു 4. എങ്ങനെയാ 4 വരുന്നത്? 18 മൈനസ് 14 ഈസ് ഈക്വൽ ടു 4. നെക്സ്റ്റ് U3 പ്ലസ് V2 ഈസ് ഈക്വൽ ടു 17. So 4 plus V2 is equal to 17. So therefore V2 is equal to 17 minus 4 is equal to 13. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ് ഇതൊക്കെ. U1 is equal to -13. U2 is equal to 0. നമുക്ക് കിട്ടിയ വാല്യൂ ആണ്.
U3 is equal to 4, V1 is equal to 17, V2 is equal to 13, V3 is equal to 14, V4 is equal to 23. So evaluate the opportunity cost for each of the occupied cell by using relationship. നമ്മൾ ഇതിന് ഇവാലുവേറ്റ് ചെയ്യണം ഓരോ സെല്ലിനും. ഒക്യുപ്പൈഡ് സെല്ല് ഒന്നാമത്തെ AP എന്ന് പറയുന്ന ഒക്യുപ്പൈഡ് സെല്ലിൽ കിട്ടിയത് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാ? ഒക്യുപ്പൈഡ് സെല്ലിനെ നോക്കൂ. AP എന്ന് പറയുന്ന ഒക്യുപ്പൈഡ് സെല്ലിന്റെ 21 അല്ലേ? നോക്കൂ, AP എന്ന് പറയുന്ന സെല്ല് നോക്കൂ. AP എന്ന് പറയുന്ന ഒക്യുപ്പൈഡ് സെല്ലിന്റെ അൺഒക്യുപ്പൈഡ് സെല്ല്, ഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഒക്യുപ്പൈഡ് സെല്ല്. അൺഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ റൗണ്ട് ചെയ്യാത്ത ബാക്കിയുള്ള സെല്ല് എയും പിയും അതിന്റെ വാല്യൂ എത്രയാ? 21. അടുത്തത് സിയും പിയും അതിന്റെ വാല്യൂ 32. അടുത്തത് എയും ക്യൂവും വാല്യൂ 16, ബിയും ക്യൂവും 18, നെക്സ്റ്റ് എയും ആറും 25, നെക്സ്റ്റ് സിയും എസും എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യാത്ത സെല്ലിനെയാണ് നമ്മൾ ഒക്യുപ്പൈഡ് സെല്ല്. ആ ഒക്യുപ്പൈഡ് സെല്ല് അവിടെ എഴുതാം. എപിയുടെ വാല്യൂ 21. അപ്പൊ 21-നകത്തുനിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? ബാക്കി ഒക്യുപ്പൈഡ് സെല്ലിന്റെ വാല്യൂ മൈനസ് ചെയ്യുക. എങ്ങനെയാ വരിക? 21 മൈനസ് 10 പ്ലസ് 17 ഈസ് ഈക്വൽ ടു 14. ഇനി CP മറ്റൊരു ഒക്യുപ്പൈഡ് അല്ലാത്ത സെല്ല് CP ആണ്. 32 മൈനസ് 4 പ്ലസ് 17 ഈസ് ഈക്വൽ ടു 11. അടുത്താണ് ഒക്യുപ്പൈഡ് സെല്ല് എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യാത്ത സെല്ലുകൾ. AQയുടെ വാല്യൂ 16 മൈനസ് 10 പ്ലസ് 13 ഈസ് ഈക്വൽ ടു 13. മൈനസ് 10 എന്താ? UV അറിയാലോ, U1. BQ ഈസ് ഈക്വൽ ടു 18 മൈനസ് 0 പ്ലസ് 13. V2ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 5. AR ഈസ് ഈക്വൽ ടു 25 മൈനസ് 10 പ്ലസ് 14 ഈസ് ഈക്വൽ ടു 21. CS ഈസ് ഈക്വൽ ടു 41 മൈനസ് 4 പ്ലസ് 23 ഈസ് ഈക്വൽ ടു 14. അൺഒക്യുപ്പൈഡ് സെല്ലിൽ നിന്ന് ഒക്യുപ്പൈഡ് സെല്ലിന്റെ ഡീറ്റെയിൽസ് ആണ് മൈനസ് ചെയ്യുന്നത്. സോ സിൻസ് ഓൾ ഡെൽറ്റ IJ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ ആൻഡ് യൂണീക്ക്. കാരണം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അൺഒക്യുപ്പൈഡ് സെല്ലിന്റെ വാല്യൂ APയുടെ വാല്യൂ 14, CPയുടെ വാല്യൂ 11, AQയുടെ വാല്യൂ 13, BQയുടെ വാല്യൂ 5, ARന്റെ വാല്യൂ 21, CSന്റെ വാല്യൂ 14. അപ്പോൾ എല്ലാത്തിന്റെ വാല്യൂം 0ക്കാണ് കൂടുതലാണ്. ഡെൽറ്റ IJ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സോ ഇറ്റ്സ് ആൻ ഒപ്റ്റിമൽ ആൻഡ് യുണീക്ക്. Therefore optimal solution is given 11, 6, 3, 4, 10 and 9 അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താ നമ്മൾ ചെയ്തത്? 6, 10, 3, 9, 11, 4. ആ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നമുക്കിവിടെ വാല്യൂ കിട്ടി. 11, 6, 3, 4, 10, 9 എന്നുള്ള വാല്യൂ കിട്ടി. സോ ദ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 11 ഇൻറ്റു 13 പ്ലസ് 6 ഇൻറ്റു നോക്കൂ. സോ 11 ഇൻറ്റു 13 അല്ലേ? 11 ഇവിടെ ഓൾറെഡി നമ്മൾ ഡെൽറ്റയുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയത് 11 ആണ്. 11 ഇൻറ്റു 13. 13ന്റെ വാല്യൂ എന്താ? 13 എന്ന് പറയുന്നത് എന്താ? നോക്കൂ, V2 ആണ് 13. നെക്സ്റ്റ് 6 ഇൻറ്റു 17. V1 ആണ് എന്ത്? 17. V2 11 ഇൻറ്റു 13 V2 ആണ്. അതുപോലെ തന്നെ 6 ഇൻറ്റു 17 V1 ആണ്. പ്ലസ് 3 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ V3. അപ്പോൾ V1, V2, V3 ആ ഒരു വാല്യൂവിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ വാല്യൂവിനെ കൊണ്ട് V1ഉം V2ഉം V3യും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 11 ഇൻറ്റു V2 എന്ന് പറയുമ്പോൾ V2 എത്രയാണ് വരുന്നത്? 13 പ്ലസ് 6 ഇൻറ്റു V1 17 പ്ലസ് 3 ഇൻറ്റു V3 14 പ്ലസ് 4 ഇൻറ്റു 23 എന്ന് പറഞ്ഞാൽ V4 പ്ലസ് 10 ഇൻറ്റു 17 പ്ലസ് 9 ഇൻറ്റു 18. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടോ, ഓരോന്നിൻ്റെ വാല്യൂ കണ്ടോ? 9 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 143 പ്ലസ് 102 പ്ലസ് 42 പ്ലസ് 92 പ്ലസ് 170 പ്ലസ് 162 ഈസ് ഈക്വൽ ടു 711. നമുക്ക് 711 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫ്രം ദ ഫോളോയിങ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇനീഷ്യൽ സൊല്യൂഷൻ. പലപ്പോഴും ഇനീഷ്യൽ സൊല്യൂഷനാ ചോദിക്കുക വാമിൽ. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ D1 D2 D3 D4 സപ്ലൈ Q1 Q2 Q3. അപ്പോൾ D1 2 10 7 D2 2 8 6 D3 2 5 6 D4 1 4 8 supply 3 7 5 demand 4 3 4 4 15. The problem is balanced transportation problem because total demand equal to total supply. അപ്പോൾ നമ്മൾ M plus N minus 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കുക. 4 plus 3 minus 1 6 ആണ് കിട്ടുന്നത്. ഇനീഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. സോ ഒന്നുമില്ല, നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. D1 Q1 3. ഓക്കെ, നെക്സ്റ്റ് D1 Q3 1, D2 Q3 3, D3 Q2 3, D3 Q3 1, D4 4, D4 Q2 4. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ 68 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കേ, 68 കിട്ടും. നമ്മൾ ടെസ്റ്റിംഗ് മാത്രം പറയാം. ടെസ്റ്റിംഗ് ഓഫ് ഒപ്റ്റിമലി വി ക്യാൻ അപ്ലൈ മോഡി മെത്തേഡ്. തേർഡ് റോ ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ. തേർഡ് റോയിലാണ് ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ ഉള്ളത് തേർഡ് റോയിലാണ്. തേർഡ് റോയില് എന്താണ് 3ഉം 4ഉം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അതുപോലെ U3 എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഓരോന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. റോ നമ്പർ ഈസ് ഈക്വൽ ടു U1 എന്ന് പറയുന്നത് -5 ആണ്, U2 -1 ആണ്, U3 0 ആണ്, V1 അതുപോലെ തന്നെ 7 ആണ്, V2 എന്ന് പറയുന്നത് 6 ആണ്, V3 എന്ന് പറയുന്നത് 6 ആണ്. അതിന് മിനിമം ഇവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. V4 5 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മോഡി മെത്തേഡ് പ്രകാരം തേർഡ് റോയില് മാക്സിമം നമ്പർ അലോക്കേറ്റ് ചെയ്യാണ്. U3 എത്രയാണ്? 0 ആണ്. സോ U3 plus V1, 0 plus V1 7, V1 7 കിട്ടും. നെക്സ്റ്റ് U3 plus V2, 6 plus 0 plus V2 ഈസ് ഈക്വൽ ടു 6, V2 6 വരും. ഇനി U3 plus V3 6, U3 0 ആണ്, then V3 is also 6. U2 plus V3 is equal to 5. U2 plus 6 എന്ന് പറയുമ്പോൾ 5, there U2 5 വരും. 5 minus 1 minus 1 വരും. U2 plus V4 4, minus 1 plus V4 is equal to 4. V4 is equal to 4 plus 1 is equal to 5. U1 plus V1 is equal to 2. U1 plus 7 is equal to 2. U1 is equal to 2. Minus 7 is equal to minus 5. Then opportunity cost of occupied delta ij is equal to Cij minus Ui plus Vj എന്നുള്ള ഇക്വേഷൻ നമ്മൾ അൺഓക്യുപ്പൈഡ് സെൽ ഞാൻ കാണിച്ചിരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഒക്യുപ്പൈഡ് അല്ലാത്ത സെല്ലുകളെല്ലാം, റൗണ്ട് ചെയ്യാത്ത സെല്ലുകളെല്ലാം Q1 D1 എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 2 minus -5 plus 6 is equal to 1. Q1 D3 2 minus -5 plus 6 is equal to 1. Q D4 1 minus -5 plus 5 is equal to 1. Q2 D1 10 minus -1 plus 7 is equal to 4. Q2 D2 8 minus -1 plus 6 is equal to 3. Q3 D4 8 minus 0 plus 5 is equal to 3. അൺഓക്യുപ്പൈഡ് സെല്ലിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കണ്ട്. ഇനി ഓൾ ഡെൽറ്റ ij is equal to greater than 0. So solution is optimum and unique. Optimum solution is given. The value, അതിന്റെ വാല്യൂ 3 3 4 1 3 1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കാരണം നമുക്ക് അതിന്റെ 3 വാല്യൂ 1 കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷന്റെ വാല്യൂ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 3 3 4 1 ഇതവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 3 3 4 1 3 1 നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 3 into 2 എന്ന് പറയുന്നത് V1 നോക്കൂ. ഓക്കെ, നോക്കിക്കോളൂ. സോ then this 3 into 2 plus 3 into 5 അതിൻ്റെ അകത്ത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 plus 1 into 7 plus 3 into 6 V1 V2 V3 വാല്യൂ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. plus 1 into 6 is equal to 6 plus
15 plus 7, 16 plus 7 plus 18 plus 7, 6 is equal to 68. ഒന്നുകൂടി നോക്കിക്കോ. നമ്മൾ അന്ന് പറഞ്ഞത് ഫൈൻഡിങ് ഒപ്റ്റിമസ് സൊല്യൂഷൻ ആണ്. ഇനീഷ്യൽ ഫീസിബിൾ ഒപ്റ്റിമസ് സൊല്യൂഷൻ ഹാസ് ബീൻ കമ്പ്യൂട്ടഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ഡിറ്റർമിൻ ദ സൊല്യൂഷൻ. ഫസ്റ്റ് method modified distribution, second stepping stone method, modified distribution or MODI method or CV method. Find the initial feasible solution of TP by using any one of the three methods. Second, determine the set of number of each row and each column. Third, calculate cell evaluators known as delta ij value of unoccupied cell. Then next, if all delta ij are the positive, solution is optimum. If at least negative, the solution is not optimal. Fifth, reallocation has been made, the solution is not optimal. Select any empty having the most negative value Cij. Draw the closer path and loops of unoccupied cells in the step 6. The next, above the steps will yield a better solution by making one or more occupied cell. Then repeat step 2, optimal solution is obtained. Next term, degeneracy of transportation. Non-negative independent allocation is less than m plus n minus 1. It may be happen either the initial and subsequent. It is called as degeneracy. Different steps of degeneracy. And one of the problems of the calculation of optimal solution. First of all, to prepare the initial feasible solution of Wagon's approximation method. And finally calculate the Wagon's approximation method. And also tested 3 plus m plus n minus 1 is equal to 6. And the testing of optimally modified method. First of all, no searching occupied cell BP, CQ, BR, CR, AS, BS. Then next, calculate the value of the occupied cell. Cost of occupied cell 17, 17, 14, 18, 13, 23. So the row B is more allocation because the more value allocated the row B. Select U2 is equal to 0. U2 plus V1 is equal to 17. Therefore, V1 is 17. U2 plus V3 is equal to 14. Therefore, V3 is 14. U2 plus V4 is equal to 23. Therefore, V4 is equal to 23. Then U1 is equal to minus 1. U3 is equal to 4. V2 is equal to 13. So therefore U1 is equal to minus 10, U2 0, U3 4, V1 17, V2 13, V3 14, V4 24. Then evaluate the opportunity cost and unoccupied cell. Unoccupied cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അല്ലാത്ത റൗണ്ട് ചെയ്യാത്ത ബാക്കിയുള്ള സെല്ലിനെ വിളിക്കുന്നവരാണ് അൺഒക്യുപ്പൈഡ് സെൽ. അതിനകത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണുമ്പോൾ അതിനകത്തുനിന്ന് നമ്മളെ വാല്യൂവിൻ്റെ അകത്ത് സെല്ലിൻ്റെ അകത്തുള്ള വാല്യൂവിൻ്റെ അകത്തുനിന്ന് ഡീറ്റെയിൽസ് U1ഉം അല്ലെങ്കിൽ അതിൻ്റെ റോവും കോളവും ഒക്യുപ്പൈഡ് ആയിട്ടുള്ള റോവിൻ്റെയും കോളത്തിൻ്റെയും വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഒക്യുപ്പൈഡ് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കിട്ടും. അവസാനം നമുക്ക് ഡെൽറ്റ ij ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് ഒപ്റ്റിമസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഒപ്റ്റിമസ് സൊല്യൂഷൻ 11, 6, 3, 4, 10 നമുക്ക് അതിനകത്ത് നിന്ന് ആ വാല്യൂ മൈനസ് ചെയ്യാം. സോ എങ്ങനെയാണ് ഇവക്ക് വാല്യൂ കിട്ടുന്നതെന്നാണ് 17ൻ്റെ അകത്തുനിന്നും 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 11, 17ൻ്റെ അകത്തുനിന്നും 10 മൈനസ് ചെയ്താൽ 7. ദെൻ നെക്സ്റ്റ് വരുന്നത് 14ൻ്റെ അകത്തുനിന്നും 3 മൈനസ് ചെയ്താൽ ഉള്ള വാല്യൂ, 18ൻ്റെ അകത്തുനിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9, 13ൻ്റെ അകത്തുനിന്നും 11 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2, 23ൻ്റെ അകത്തും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 21. അപ്പം അങ്ങനെയുള്ള വാല്യൂ ആണ് നമ്മളിവിടെ എഴുതിയത് കണ്ടോ. അപ്പോൾ നമുക്ക് 11, 6, 3, 4, 10, 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു V2 പ്ലസ് ഓരോ V1, V2 മൾട്ടിപ്ലൈ, അങ്ങനെ നമുക്ക് 711 എന്ന് പറയുന്ന ഫിഗർ കിട്ടും. അടുത്തൊരു പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കാണുന്നത് വാം മെത്തേഡിലൂടെ ഫീസിബിൾ സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാം, കണ്ടിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ മോഡി മെത്തേഡിലൂടെ ഏറ്റവും കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് അലോക്കേഷൻ ഉള്ളത് തേർഡ് റോയിലാണ്. അപ്പോൾ ആ തേർഡ് റോയിൽ 3 അലോക്കേഷൻ ഉണ്ട്. കാരണം Q3 D1 ഉണ്ട്, Q3 D2 ഉണ്ട്, Q3 D3 ഉണ്ട്. അപ്പോൾ 3 അലോക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഏതിനെ ബേസ് ചെയ്യും? തേർഡ് റോയ യു ബേസ് ചെയ്യും. യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ EU പ്ലസ് V1 അങ്ങനെ ഓരോന്നും കാണും. V2 6 കിട്ടും. ദെൻ നെക്സ്റ്റ് അടുത്തത് U2
-1 കിട്ടും. നെക്സ്റ്റ് V3 ഓരോന്ന് V1 7 കിട്ടും, V2 6 കിട്ടും, V3 6 കിട്ടും, U3 0 ആണ്. ദെൻ U2 -1 കിട്ടും. ദെൻ നമുക്ക് അവസാനം ഓരോ വാല്യൂവും കിട്ടും. U2 -1 കിട്ടും. ദെൻ നെക്സ്റ്റ് U1 + V1 നമുക്ക് 2 കിട്ടും. അപ്പോൾ U1 -5 കിട്ടും. എന്തൊക്കെയാ? V1 7, V2 6, V3 6, U3 0, U2 -1, U1 -5. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അൺഓക്യുപ്പൈഡ് സെല്ലും ഇവാലുവേറ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ ഇത്രയാണ്. റിലേഷൻഷിപ്പ് ∆Ij = Cij - U1 + V1. അതിൻ്റെ ഓരോന്നും നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യും. അൺഓക്യുപ്പൈഡ് സെല്ല് QD2, Q1 D3, Q1 D4, Q2 D1, Q2 D2, Q3 D4. അതിൻ്റെ വാല്യൂ Q1 D2 വാല്യൂ കിട്ടുന്ന 1, Q1 D3 1, Q1 D4 1, Q2 D1 4, Q2 D2 3, Q3 D4 3 വരും. അപ്പോൾ ∆Ij > 0 ആണ്. സോ ഇറ്റ്സ് ആൻ ഒപ്റ്റിമസ് സോൾ. അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതും. ഒപ്റ്റിമസ് സൊല്യൂഷൻ്റെ 3, 3, 4, 1, 3, 1 കിട്ടും. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 3 × 2 + 3 × 5 + 4 × 4 + 1 × 7 + 3 × 6 + 1 × 6 = 68 കിട്ടും. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി അടുത്ത ദിവസം ചെയ്യാം. കുറച്ച് MB കൂടുതലായി ടൈം കഴിഞ്ഞ്. സോ ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.